Hi friends, welcome to Science Not Sort. This is Vismay. Let's sort some questions. പണ്ട് മുതലേ മനുഷ്യനായിട്ട് ഒരു പ്രധാന ചോദ്യമാണ് ഈ യൂണിവേഴ്സിൻ്റെ ഉത്ഭവവും അതിൻ്റെ പരിണാമവും. ഒരുപക്ഷെ നമ്മൾ പലരും അതിനെപ്പറ്റി തല പുകഞ്ഞ് ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രകൃതിയിലെ വൈവിധ്യവും അതുപോലെ തന്നെ നമ്മൾ വണ്ടടിപ്പിക്കുന്ന ഒരു ഗംഭീര ചോദ്യമാണ്. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും തന്നെ അതിൻ്റെ അവയവങ്ങൾ, ഭക്ഷണ രീതികൾ എന്നിവ അതിൻ്റെ ചുറ്റുപാടിന് അനുയോജ്യമായ രീതിയിൽ പാകപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടെന്നൊരു വളരെ സ്വാഭാവികമായ നിഗമനത്തിൽ നമ്മുടെ പൂർവികർ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ചിന്താഗതി മാറാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ള ആൾ ചാൾസ് ഡാർവിൻ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഡാർവിൻ തൻ്റെ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന സിദ്ധാന്തത്തിലൂടെ ഒരു പുതിയ ലോകവീക്ഷണം തന്നെ നമ്മളുടെ മുന്നിൽ തുറന്നിട്ടു. ബയോളജിയിലെ വിവിധ ഫീൽഡുകളെ ഒരുമിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമായിട്ട് അതിന്ന് മാറി. ജീവപരിണാമത്തിന് ഒരു പുതിയ മുഖം നൽകാനും ഈ ഇൻ്റലിജൻറ്റ് ഡിസൈനർ എന്നൊരു കൺസെപ്റ്റ് മാറ്റി പ്രതിഷ്ഠിക്കാനും ഇത് വളരെ സഹായകമായി. സോ ഇൻ ദിസ് ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് അവേഴ്സ് ലെറ്റ്സ് ട്രൈ ടു സിമുലേറ്റ് എവല്യൂഷൻ. താരതമ്യേന വിശദീകരിക്കാനും പറഞ്ഞു കൊടുക്കാനും വളരെ എളുപ്പമായിട്ടുള്ളൊരു തിയറി ആയിട്ട് പോലും ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു തിയറി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എന്താണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ജീവികൾ പ്രത്യുൽപാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൻ്റെ അതിജീവനത്തിനോ പ്രത്യുൽപാദനത്തിനോ കൂടുതൽ സഹായകമാവുകയാണെങ്കിൽ ആ ജീവികൾ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി കൂടുതൽ ജീവികളിൽ ആ മാറ്റം പ്രകടമാവുകയും ചെയ്യും. അതുവഴി പുതിയ ഇനം ജീവികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിച്ചത് കൊണ്ട് നമുക്ക് എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിണാമം എന്ന ഈ പ്രക്രിയ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സിമുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഒരു ജീവിയെയും അതിൻ്റെ ചുറ്റുപാടുമായും മറ്റു ജീവജാലങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് സിമുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഊഹിക്കുന്നതിലും അധികമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ എവല്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇത്ര കോംപ്ലക്സ് ആയ മോഡലുകളുടെ ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫ്ലാപ്പി ബേർഡ് എന്ന കമ്പ്യൂട്ടർ ഗെയിം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ എവല്യൂഷൻ സിമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഗെയിമിലെ മെയിൻ ക്യാരക്ടർ ഒരു പക്ഷിയാണ്. ഈ കാണുന്ന പൈപ്പുകളിലൂടെ തട്ടാതെ പോകുക എന്നതാണ് ഈ ഗെയിമിൻ്റെ റൂൾ. ഈ പക്ഷി പൈപ്പുകളിലോ മറ്റു ബൗണ്ടറികളിലോ അടിച്ചാൽ ഗെയിം ഓവർ. കൃത്യമായ സമയങ്ങളിൽ ചാടുക എന്നത് മാത്രമാണ് ഈ ഗെയിമിൽ തുടരാനുള്ള ഏക വഴി. ഇനി ഒരു പ്ലെയർ ഇത് കളിക്കുന്നതിന് പകരം നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഈ ഗെയിം കളിപ്പിക്കാം. കമ്പ്യൂട്ടറിനെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പ്രാപ്തമാക്കിയാൽ മാത്രമേ ഇത് നടക്കൂ. ഇതിനായി ഒരു ഡിസിഷൻ മേക്കിംഗ് സംവിധാനം നമ്മൾ കമ്പ്യൂട്ടറിന് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. ഈ സംവിധാനത്തെ നമുക്ക് ഈ പക്ഷിയുടെ ജീൻ എന്ന് വിളിക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൃത്രിമ ജീൻ നിർമ്മിക്കുന്നത്. ഒരു കൂട്ടം ന്യൂറോണുകളും അതിൻ്റെ ഇടയിലുള്ള ഇന്റർ കണക്ഷൻസും ചേർന്ന ഒരു നെറ്റ്വർക്കാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരും എപ്പിസോഡുകൾ ചർച്ച ചെയ്യാം. ന്യൂറൽ നെറ്റ്വർക്കുകൾ ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് ഇൻപുട്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ആകെ 2 ഔട്ട്പുട്ടുകളാണ് ഉള്ളത്. ഒന്നുകിൽ പക്ഷി ചാടും, ഒന്നുകിൽ പക്ഷി ചാടില്ല. ഇതിനായി പക്ഷി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ 5 എണ്ണമാണ്. 1 പക്ഷിയുടെ മുകളിലേക്കുള്ള സ്പീഡ്, 2 ഗ്രൗണ്ടിൽ നിന്നുമുള്ള പൊക്കം, 3 അതിൻ്റെ അടുത്തുള്ള പൈപ്പുമായിട്ടുള്ള അകലം, 4 അടുത്തുള്ള പൈപ്പിൻ്റെ ഗ്യാപ്പിലെ മുകളിലെയും താഴെയുമുള്ള എഡ്ജസ്. ഈ നെറ്റ്വർക്കിൽ 34 റാൻഡം നമ്പേഴ്സ് ഉണ്ട്. മുൻപ് പറഞ്ഞ 5 ഇൻപുട്ടുകൾ പക്ഷിയുടെ ജീനിലേക്ക് ഫീഡ് ചെയ്താൽ അവ ന്യൂറൽ നെറ്റ്വർക്കിലെ 34 റാൻഡം നമ്പറുമായി മിക്സ് ചെയ്ത് 2 ഔട്ട്പുട്ടുകൾ നമുക്ക് നൽകും. അങ്ങനെയാണ് പക്ഷിയുടെ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ജീനിൽ നിന്നും പുറത്തേക്ക് വരുന്ന 2 ഔട്ട്പുട്ടുകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിനേക്കാൾ കൂടുതലാണെങ്കിൽ പക്ഷി ചാടും, അല്ലെങ്കിൽ പക്ഷി ചാടില്ല. ഗെയിം നടക്കുന്ന ഓരോ സെക്കൻഡിലും പക്ഷിയുടെ ജീനിലേക്ക് ഈ റാൻഡം നമ്പേഴ്സ് ഫീഡ് ചെയ്യുകയും പക്ഷി സ്വയം തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പക്ഷിയുടെ ജീനിൽ വെറും റാൻഡം നമ്പേഴ്സ് മാത്രമാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രത്യേകിച്ച് മാജിക്കുകളൊന്നും ചെയ്യുകയില്ല. കമ്പ്യൂട്ടർ വളരെ ദയനീയമായി പരാജയപ്പെടുകയുള്ളൂ. ഇതിൽ കാണുന്ന പക്ഷി നിർത്താതെ ചാടുകയാണ്. അത് ഉടനെ തന്നെ ഗെയിമിൽ നിന്ന് പുറത്താകുന്നു. ഇതിൽ കാണുന്ന പക്ഷിയാകട്ടെ ചാടാൻ തന്നെ ശ്രമിക്കുന്നില്ല. ഇനി നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്: പോപ്പുലേഷൻ. ഇതേപോലത്തെ ഒരു കൂട്ടം പക്ഷികളെ നമുക്ക് ഈ മോഡലിലേക്ക് കൂട്ടിച്ചേർക്കാം. ഉദാഹരണത്തിന് ഒരു 100 എണ്ണം. ഓരോ പക്ഷിക്കും വ്യത്യസ്തമായ ജീൻസ് ആണുള്ളത്. ഓരോന്നും റാൻഡം ആയിട്ടുണ്ടാക്കിയവയാണ്. അതിനാൽ ഇൻപുട്ട് സെയിം ആയാലും ഓരോ പക്ഷിയുടെയും ഡിസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷിയുടെ പെർഫോമൻസിനെ നമുക്ക് അളക്കാനുള്ള രീതിയാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി ഓരോ പക്ഷിക്കും നമുക്കൊരു ഫിറ്റ്നസ് കൊടുക്കാം. ഒരു പക്ഷി എത്ര സമയം ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫിറ്റ്നസ്. ഗെയിം മുന്നോട്ട് പോകുന്നത് ഫ്രെയിമുകളായിട്ടാണ്. ഒരു പക്ഷി എത്ര ഫ്രെയിം ജീവിക്കുന്നുവോ അതാണ് അതിൻ്റെ ഫിറ്റ്നസ്. ഈ കാണുന്ന പക്ഷിയുടെ സ്കോർ വളരെ ചെറുതായത് കൊണ്ട് തന്നെ അതിൻ്റെ ഫിറ്റ്നസും കുറവാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന പക്ഷിക്ക് കൂടുതൽ നേരം ഈ ഗെയിമിൽ തുടരാനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിറ്റ്നസ് കൂടുതലാണ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവനുള്ളവയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണ് ജീവികളിലെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഈ കഴിവ് നമ്മൾ സിമുലേഷനിലെ പക്ഷികൾക്ക് കൊടുക്കാതെ ഈ എവല്യൂഷൻ മുന്നോട്ട് പോകില്ല. പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മൾ ഇതിലെ 100 പക്ഷികൾക്ക് നൽകുന്നു. ഒരു ജനറേഷൻ അവസാനിക്കുമ്പോൾ, അതായത് ആ ജനറേഷനിലെ എല്ലാ പക്ഷികളും തീരുമ്പോൾ, ഓരോ പക്ഷിക്കും ഒരു പുതിയ പക്ഷിയെ സൃഷ്ടിച്ച് അടുത്ത തലമുറയിലേക്ക് വിടാനുള്ളൊരു അവസരം നമ്മൾ നൽകുന്നു. റീപ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാ പക്ഷികൾക്കും തുല്യ സാധ്യതയല്ല ലഭിക്കുന്നത്. കൂടുതൽ ഫിറ്റ്നസ് ഉള്ളവയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടായിരിക്കും. ക്ലോണിംഗ് എന്ന പ്രക്രിയയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്റെ ജീൻ അതേപോലെ കോപ്പി ചെയ്ത് തന്റെ ചൈൽഡിന് നൽകുന്നു. ഈ കോപ്പി എടുക്കൽ പെർഫെക്റ്റ് ആയി അല്ല നടക്കുന്നത്. ജീനിലുള്ള 34 നമ്പറുകളിൽ ഒന്നിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റം വരാൻ
10% ചാൻസും ഉണ്ട്. ഈ എറേഴ്സ് ആണ് മ്യൂട്ടേഷൻ. നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ വേണ്ട എല്ലാ ചേരുവകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയും. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് സിമുലേഷനിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ആദ്യത്തെ 6 ജനറേഷനിൽ പക്ഷികൾക്ക് അതിനു മുന്നിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നില്ല. 5 ജനറേഷന് ശേഷമുള്ള ഫിറ്റ്നസ് വെറും 233 ആണ്. അത് 9ാമത്തെ ജനറേഷൻ ആകുമ്പോഴേക്കും 1692 കുതിക്കുകയും ചെയ്യുന്നു. 22ൽ അത് 6524 ആവുകയും ചെയ്യുന്നു. ഈ ഒരു ജനറേഷനിൽ പക്ഷിക്ക് ഗെയിമിന്റെ ഗുട്ടൻസ് മനസ്സിലായ പോലെ തോന്നുന്നു. ഫിറ്റ്നസ് 10,000 കടക്കുകയും ഗെയിം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജനറേഷൻ 36 50,000 കടന്നു, ഗെയിം അവസാനിച്ചിട്ടില്ല. ജനറേഷൻ 40 ഫിറ്റ്നസ് 1,00,000 കടന്നു, ഗെയിം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ 23 ജനറേഷനുകളിലെ മാക്സിമം ഫിറ്റ്നസ്സുകളുടെ ഒരു ഗ്രാഫാണിത്. ഓവറോൾ പാറ്റേൺ നോക്കിയാൽ മാക്സിമം ഫിറ്റ്നസ് കൂടി വരുന്നതായി കാണാം. നമ്മുടെ സിമുലേഷനിൽ ഇത് അർത്ഥമാക്കുന്നത് പക്ഷികൾ ഒരിക്കലും ഗെയിമിൽ തോൽക്കാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ് ആർജിച്ചെടുക്കുമെന്നാണ്. 40ാം ജനറേഷന്റെ വിഷ്വൽസ് ഇത് ശരിവെക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. നാച്ചുറൽ സെലക്ഷൻ അതിന്റെ മാജിക് ചെയ്യാൻ ഒരു കൂട്ടം ജീവികൾ ആവശ്യമാണ്. ആ കൂട്ടത്തിലെ ജീവികളെല്ലാം വ്യത്യസ്തതയുള്ളവയും ആയിരിക്കും. അതായത് ഓരോ ജീവിയിലുമുള്ള ജനറ്റിക് കണ്ടന്റ് ഒരു ചെറിയ തോതിലെങ്കിലും വ്യത്യസ്തമായിരിക്കും. കൂടാതെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ജീനുകൾ കൈമാറാനുള്ള ഒരു മെക്കാനിസം, അതായത് റീപ്രൊഡക്ഷൻ ഈ ജീവികൾക്ക് ഉണ്ടായിരിക്കണം. ജീനുകൾ കൈമാറുമ്പോൾ ഉണ്ടാകുന്ന റാൻഡം എറേഴ്സ് പോപ്പുലേഷനിലെ വ്യത്യസ്തതയെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി ഈ ജീവികളുടെ അതിജീവനത്തിന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ജീവികൾ അതിനനുസരിച്ച് പരിണമിക്കും. ഇവിടെ ഈ കണ്ടീഷൻ ചാടുമ്പോൾ പൈപ്പിൽ തട്ടിയാൽ പക്ഷി മരിക്കും എന്നുള്ളതാണ്. അതിജീവനത്തിനുള്ള സമ്മർദ്ദം വളരെ പെട്ടെന്നുള്ളതാണെങ്കിൽ ജീവികൾ വംശനാശം അടയാനും സാധ്യതയുണ്ട്. പൈപ്പുകളുടെ ഗ്യാപ്പ് പെട്ടെന്ന് വല്ലാതെ കുറച്ചാൽ പക്ഷികളുടെ ഫിറ്റ്നസ് കുറയുന്നതായിട്ട് കാണാം. ദിനോസറുകളുടെ അന്ത്യം ഇതുപോലുള്ള ഒരു സഡൻ ചേഞ്ച് അവയ്ക്ക് അതിജീവിക്കാൻ സാധ്യമായില്ല എന്നുള്ളത് കൊണ്ടാണ്. എവല്യൂഷനെ പറ്റി ഇതുപോലെയുള്ള ധാരാളം സിമുലേഷൻസ് ഉണ്ട്. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് സ്പീസിയേഷൻ പോലെയുള്ളവ എങ്ങനെ സിമുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിച്ച ഐഡിയയുടെ ഒറിജിനൽ പേപ്പർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ എങ്ങനെ എവല്യൂഷൻ സിമുലേറ്റ് ചെയ്തെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ കോഡുകളും താഴെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സെലക്ഷനെ പറ്റി മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അതിന്റെ വലുപ്പം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവികളിലെ വൈവിധ്യത്തെ പറ്റി നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് റിപ്ലിക്കേറ്റ് ചെയ്ത ഒരു പ്രാകൃത കോശത്തിൽ നിന്നും വന്നു. അതിനെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ നമ്മൾ പഠിച്ച നാച്ചുറൽ സെലക്ഷൻ ആണെന്ന് കൂടി ഒന്ന് ആലോചിക്കണം. ഈ ഒരു പ്രോസസ് ഒരു മുത്തശ്ശി കഥയുടെ അകമ്പടിയില്ലാതെ തന്നെ എത്ര മനോഹരമാണ്. സോ താങ്ക് യു ഗൈസ് ഫോർ ലിസണിങ്. ഇനിയും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയന്റിഫിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം, കൂടുതൽ ഉത്തരങ്ങൾ കണ്ടെത്താം. അതുവരെ ഗുഡ് ബൈ.